Spoken English class in the Pudia Theatre Swadam. In the number Padikina, number buying like a poem, Ubio, English, vocabulary, and number Padikina. Upon Namalanda, Samsari, and the Kamal Padikina. Upon Namala celebrate Chindik in the diagram, Kerala till Tamsikan buying a pond Avila. Yana Parana, that's the Karam English and Avadina. But Engel Polum, number Kerala till a Celabangle Polum. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ആവശ്യമുണ്ടാകുന്നു. ഉദാഹരണമായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ ഞാൻ ഒരു ആന്ധ്ര ബാങ്കിൽ ഒരു ലോണിന് വേണ്ടി പോയപ്പോൾ അവിടുത്തെ മാനേജർ ഒരു ആന്ധ്രാപ്രദേശുകാരനായിരുന്നു. അദ്ദേഹത്തിന് മലയാളം അറിയത്തില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് ആവശ്യം വന്നു. എന്താണ് ലോണൊന്നും കിട്ടിയില്ല. അപ്പോൾ നമുക്കെല്ലാവരും നോക്കാം. ഓക്കെ, നമ്മൾ സാധാരണ ബാങ്കിലേക്ക് ചെന്ന് കഴിയുമ്പം പറയുന്നത് നമുക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് ഐ വുഡ് ലൈക്ക് ടു എന്നാണ് പറയേണ്ടത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നതിനെ പറ്റി. അപ്പോൾ എന്തിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്? ഐ വുഡ് ലൈക്ക് ടു ഓപ്പൺ ആൻ അക്കൗണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഐ വുഡ് ലൈക്ക് ടു ക്ലോസ് ആൻ അക്കൗണ്ട്. ഓക്കെ, ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. അല്ലെങ്കിൽ എന്താണ്? എനിക്ക് കുറച്ച് പൈസ അയക്കണം എന്നങ്ങനെയാണ് പറയുന്നത്. ഐ വുഡ് ലൈക്ക് ടു ട്രാൻസ്ഫർ സം മണി. ഓക്കെ, ഇനിയിപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിലോ I would like to deposit some money. Okay, I would like to apply for a checkbook. Okay, നമുക്ക് ചെക്ക് ബുക്ക് ഇപ്പോഴതെല്ലാം നമുക്ക് മൊബൈലിൽ കൂടെ ചെയ്യാം അല്ലേ? അല്ലെങ്കിൽ ചെക്ക് ബുക്ക് വേണം അല്ലെ എന്ന് എങ്ങനെയാണ് പറയുന്നത്? അതാണ് എനിക്ക് അതിനുവേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നതാണെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് വിട്ടുപോയ കാര്യം ഇതിനകത്ത് വൊക്കാബുലറി അല്ലേ? പ്രധാനപ്പെട്ട വൊക്കാബുലറി എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാങ്കിൽ ആവശ്യമുള്ള വാക്കുകൾ ഒന്ന് ബാങ്ക് മെഷീൻ. ഓക്കെ, ബാങ്ക് മെഷീൻ നിങ്ങളിപ്പോൾ ചിലപ്പോഴൊക്കെ കാണാറുണ്ടായിരിക്കും ബാങ്കിൻ്റെ അകത്ത് അല്ലെങ്കിൽ ചില ATM കൗണ്ടറുകളിലൊക്കെ പ്രത്യേക ഒരു മെഷീൻ വെച്ചിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് എന്താണ് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം, പൈസ ഡെപ്പോസിറ്റ് ചെയ്യാം അല്ലേ? ATM നമുക്കറിയാം പൈസ നമ്മൾ വിഡ്രോ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതല്ലാതെ ബാങ്ക് മെഷീൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ ബാങ്ക് മെഷീൻ വളരെ പോപ്പുലറാണ്. കാരണം എന്താണ്? ഇപ്പോൾ നമുക്ക് സാധാരണ എല്ലാം ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അത് ഉപയോഗിച്ചാണ്. ഓക്കെ, ഇനി മറ്റൊന്നാണ് ടെല്ലർ. ഓക്കെ, ടെല്ലർ എന്ന് പറഞ്ഞാൽ ഈ ബാങ്കിലെ എംപ്ലോയീസാണ് ടെല്ലർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബാങ്കിലൂടെ നമ്മളെ സഹായിക്കുന്നവർ, ക്യാഷ് കൗണ്ടർ ഇരിക്കുന്നവരൊക്കെ സാധാരണ ടെല്ലർ എന്നാണ് പറയുന്നത്. ഓക്കെ, ബാങ്ക് മാനേജറിനെ നമ്മൾ ബാങ്ക് മാനേജർ എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ മറ്റൊന്ന് ഓൺലൈൻ അല്ലെങ്കിൽ മൊബൈൽ ബാങ്കിങ്. ഓക്കെ, ഈ പിന്നെ ഓൺലൈൻ ബാങ്കിങ് നമുക്കറിയാം, അത് ഇപ്പോഴത് ട്രാൻസ്ഫർ ആയിട്ട് എന്താണ് മൊബൈൽ ബാങ്കിങ് ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? മൊബൈൽ ഉപയോഗിച്ചുള്ള ബാങ്കിങ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊന്നാണ് ചെക്ക്. ചെക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ചെക്ക്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും, ഇവിടെ അമേരിക്കൻ ഇംഗ്ലീഷും അതുപോലെ തന്നെ മറ്റ് ഇംഗ്ലീഷും ബ്രിട്ടീഷ് ഇംഗ്ലീഷ് നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതൊക്കെ ഒക്കെ നമ്മൾ അതിനെ ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ് ഫോളോ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അമേരിക്കയിലെ ആ ചെക്കിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കിയേ, CHECK എന്നുള്ളതാണ് സ്പെല്ലിങ്. ഓക്കെ, സാധാരണ എന്താണ് അമേരിക്കക്കാർ എഴുതുന്നവരാണ്. അപ്പോഴത് ശ്രദ്ധിക്കുക. അതാണ് ചെറിയൊരു വ്യത്യാസം. നമ്മൾ അമേരിക്കൻ ഇംഗ്ലീഷും ബ്രിട്ടീഷ് ഇംഗ്ലീഷും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ വളരെ വിശദമായിട്ടൊരു ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ പുറകിലുള്ള ചാപ്റ്ററൊക്കെ നോക്കണം. അതുപോലെ തന്നെ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു കോഴ്സാണ്. അപ്പോൾ ആദ്യം മുതലുള്ള ചാപ്റ്ററുകൾ നിങ്ങൾ കാണുക. അതിനുവേണ്ടി ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തിട്ടുണ്ട്, ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ, അതായത് നിങ്ങൾക്ക് എൻ്റെ പാഠങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോഴെനിക്ക് മനസ്സിലാവും എന്താണ് പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നില്ലയോ എന്നുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, ഇനി മറ്റൊന്നാണ് പേ ചെക്ക്. ഓക്കെ, ഇതും നമ്മുടെ ഇന്ത്യയിൽ അത്ര പോപ്പുലർ അല്ല. പിന്നെ നമ്മൾ വേണമെങ്കിൽ ചിലരൊക്കെ ജോലിക്ക് കയറാൻ വേണ്ടിയൊക്കെ നമുക്ക് പറയാമല്ലേ, എനിക്ക് പിന്നെ പൈസ ആയിട്ടായിരുന്നു പേ ചെയ്തുകൊണ്ടിരുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒന്നും തരാൻ പറ്റത്തില്ല എന്നൊക്കെ നമുക്ക് പറയാമല്ലേ, ചിലരൊക്കെ പറയുന്നതാണ്. ഓക്കെ, പക്ഷേ പ്രശ്നമുണ്ട്. പേ ചെക്ക് തന്നെങ്കിൽ പേ ചെക്ക് നമ്മൾ കൊണ്ടുപോയി ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ ഈ പേ ചെക്ക് എന്ന് പറയുന്നത് എംപ്ലോയർ നമുക്ക് ജോലി തരുന്ന ആൾ നമുക്ക് തരുന്ന ചെക്കാണ് പേ ചെക്ക് എന്ന് സാധാരണ പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊന്നാണ് നമ്മൾ മാറിപ്പോകുന്ന ഒന്നാണ് ലെൻഡ് മണി അല്ലേ? ലെൻഡ് ചെയ്യുന്ന ആരാണ്? അല്ലെങ്കിൽ ലെൻഡ് മണി, ബോറോ മണി. ഇവിടെ ഒരു സംശയം ഉണ്ടാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആരാണ് ലെൻഡ് ചെയ്യുന്നത്, ആരാണ് ബോറോ ചെയ്യുന്നത്? എപ്പോഴും ശ്രദ്ധിക്കുക, ബാങ്ക് ലെൻഡ് മണി. ഓക്കെ, നമ്മളോ ബോറോ മണി. ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾ ഒത്തിരി കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെൻഡ് ചെയ്യാം കേട്ടോ. അതാണ് സാധാരണ സംഭവിക്കുന്നത്. നമ്മൾ കടമെടുക്കുക എന്നുള്ളതിന് ബോറോ അല്ലേ? ഇനി മറ്റൊന്നാണ് അപ്പോൾ കടമെടുക്കുന്നതിൽ ലോൺ എന്നാണ് സാധാരണ ഉണ്ട്. പക്ഷെ നമ്മൾ എടുക്കുന്ന പ്രവർത്തിക്ക് നമ്മൾ ബോറോ എന്ന് പറയുന്നത് അല്ലേ? ശ്രദ്ധിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ മറ്റൊന്നാണ്
മോർഗേജ്. ഓക്കെ, ഇവിടെ നിങ്ങൾ മോർഗേജ് എന്നാണ് പറയുന്നത്, ടി പറയാറില്ല, മോർഗേജ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. എന്താണ് ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വീട് വാങ്ങിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വീട് പണിയാൻ വേണ്ടി എടുക്കുന്ന ലോണിനാണ് എന്ത് പറയുന്നത്, മോർഗേജ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ, മറ്റൊന്ന് ലോൺ നമുക്കറിയാം ഇൻട്രസ്റ്റ് പലിശയാണ് അല്ലേ, നമുക്കറിയാം. മറ്റൊന്നാണ് ബാങ്ക് കാർഡ്. ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ചില രാജ്യങ്ങളിലൊക്കെ ഈ ഡെബിറ്റ് കാർഡിന്, നമ്മളോട് ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ സാധാരണ ബാങ്ക് കാർഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, മറ്റൊന്ന് ക്രെഡിറ്റ് കാർഡ്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഈ പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് ക്രെഡിറ്റ് കാർഡ് അല്ലേ. ചുമ്മാ ആവശ്യമില്ലാതെ ഉപയോഗിച്ചേക്കില്ല, മൊത്തം പിന്നെ കടമാവും. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, അക്കൗണ്ട് എത്ര തരത്തിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ 3 തരം അക്കൗണ്ടാണ് സാധാരണ ഉള്ളത്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലൊക്കെ 2 തരം അക്കൗണ്ടാണ് ഉള്ളത്. ഓക്കെ, പ്രധാനപ്പെട്ടതായിട്ട് ഒന്ന് സേവിങ്സ് അക്കൗണ്ട്, നമ്മൾ കൊണ്ടുപോയി പൈസ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് നമ്മുടെ സാധാരണ അക്കൗണ്ട് അല്ലേ. അതിൻ്റെ അകത്ത് തന്നെയാണ് ഇപ്പോൾ സാലറി അക്കൗണ്ടൊക്കെ ഉണ്ട്. അപ്പോഴേ അതിന് 0 ബാലൻസ് മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ അത് അങ്ങനെ ചില അക്കൗണ്ട് ഉണ്ട് അല്ലേ. അപ്പോഴും നമ്മളൊരു കമ്പനിയിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഈ സാലറി അക്കൗണ്ട് എന്തായിട്ട് മാറും, അത് സേവിങ്സ് അക്കൗണ്ടായിട്ട് മാറും. ഓക്കെ, ഇനി മറ്റൊന്നാണ് കറണ്ട് അക്കൗണ്ട്. ഈ കറണ്ട് അക്കൗണ്ട് എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ ഈ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെയാണ് നമ്മൾ എന്തായാലും ഇങ്ങനത്തെ ഒത്തിരി ട്രാൻസാക്ഷനൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ, ഈ ട്രാൻസാക്ഷൻസ് നടത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നതാണ് നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാശ് കൊടുക്കുക അല്ലേ, കാശ് കൊടുക്കുക വാങ്ങിക്കുന്നതൊക്കെ ട്രാൻസാക്ഷനാണ്. ഓക്കെ, അങ്ങനെ നടത്തണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമുക്ക് കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് വേണം. അതപ്പോൾ കമ്പനിയുടെ പേരിലായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ പേരിലായിരിക്കും. അപ്പോൾ പിന്നെ അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കറണ്ട് അക്കൗണ്ട്. ഓക്കെ, അപ്പം മറ്റൊന്ന് ഞാനവിടെ കൊടുത്തിരിക്കുന്ന ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്താണ്, നമുക്കില്ലാത്ത കാശ് ബാങ്ക് നമുക്ക് തരും. അപ്പോഴെന്താണ് കൂടുതൽ പൈസ തരും, അതിന് ഓവർ ഡ്രാഫ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോഴേ അത് പിന്നെ സാധാരണ കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങൾക്കൊക്കെയാണ് സാധാരണ ഓവർ ഡ്രാഫ്റ്റ് കൊടുക്കുന്നത്. പക്ഷേ സത്യത്തിൽ പൈസ ഇല്ല, പക്ഷേ കൂടുതൽ പൈസ കൊടുക്കാമെന്ന് ബാങ്ക് വാഗ്ദാനം ചെയ്യുന്നല്ലേ. മറ്റൊന്നാണ് ചെക്ക് ഇൻ അക്കൗണ്ട്. അപ്പോഴേ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളവർക്കൊക്കെ വ്യക്തമായിട്ട് അറിയാം, ചെക്ക് ഇൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ട്. ഇപ്പോൾ സേവിങ്സ് അക്കൗണ്ട് അവിടെ പൈസ ഡിപ്പോസിറ്റ് ചെയ്ത് നമ്മൾ ദീർഘകാലത്തേക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവിടെയൊക്കെ സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിക്കുന്നത്. സാധാരണയുള്ള അക്കൗണ്ട്, നമ്മുടെ ഇവിടുത്തെ സേവിങ്സ് അക്കൗണ്ട് തുല്യമായിട്ടുള്ള അക്കൗണ്ടാണ് ചെക്ക് ഇൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, ഇനി നമ്മൾ ബാങ്കിലേക്ക് ചെല്ലുമ്പോൾ അവർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നുള്ളതാണ് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോഴവർ സാധാരണ നമ്മൾ വിഷ് ചെയ്യും, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ എന്നൊക്കെ പറയും അല്ലേ, അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് സമയം അനുസരിച്ചല്ലേ. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി പഠിച്ചതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പഴയ പാഠങ്ങളൊക്കെ പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോഴെന്താണ് പറഞ്ഞത്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു. ഓക്കെ, എന്താണ്, എന്ത് സഹായമാണ് ആവശ്യമുള്ളതെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അല്ലെങ്കിൽ ഹൗ മേ ഐ ഹെൽപ്പ് യു. ഓക്കെ, ഹൗ മേ ഐ ഹെൽപ്പ് യു എന്നുള്ളത് വളരെ വിരളമായിട്ടാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്നുള്ളത് സാധാരണ അത് തന്നെയാണ്, നിങ്ങൾക്ക് എന്ത് സഹായമാണ് ആവശ്യമുണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോഴും നമുക്ക് പറയാം ഐ വുഡ് ലൈക്ക് ടു. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞല്ലേ ഐ വുഡ് ലൈക്ക് ടു എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് നമ്മുടെ ആവശ്യം എന്നുള്ളത് അപ്പോഴും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ ആവശ്യം. ഐ വുഡ് ലൈക്ക് ടു ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് ഹിയർ. ഓക്കെ, എന്താണ് നമ്മൾ പറഞ്ഞല്ലേ, എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് ഇവിടെ തുറക്കണമെന്നുണ്ട്, ഡിപ്പോസിറ്റ് സം മണി. ഓക്കെ, അവർ വളരെ ഹാപ്പി ആവും അല്ലേ. ഓക്കെ, ഐ വോണ്ട് ടു വിഡ്രോ സം മണി. ഓക്കെ, എനിക്ക് കുറച്ച് പൈസ പിൻവലിക്കണം, കുറച്ച് പൈസ ഡിപ്പോസിറ്റ് ചെയ്യണം, പൈസ പിൻവലിക്കണം. ഐ വുഡ് ലൈക്ക് ടു എക്സ്ചേഞ്ച് സം കറൻസി. ഓക്കെ, എന്തോ പറഞ്ഞാൽ എന്താണ്, അപ്പോൾ നമ്മൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്ത് നമ്മളിപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകും, അവിടുത്തെ കറൻസി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കൊടുത്തിട്ട് അവിടുത്തെ വാങ്ങിക്കുന്നതാണ് എന്താണെന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് കറൻസി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എക്സ്ചേഞ്ച് റുപ്പീസ് എന്നല്ല, എക്സ്ചേഞ്ച് കറൻസി, നമ്മൾ വേറൊരു കറൻസിയിലേക്ക് വേറൊരു അല്ലേ. ഇപ്പോൾ ഇന്ത്യൻ രൂപയിൽ നിന്ന് അമേരിക്കൻ രൂപ അതിനെ ഡോളറിലേക്ക് മാറ്റുന്നു, അല്ലെങ്കിൽ കുവൈറ്റ് ദിനാറിലേക്ക് മാറ്റുന്നു, ഇതൊക്കെ എന്താണ് എക്സ്ചേഞ്ച് കറൻസിയാണ്. ഒരു കറൻസി വേറൊരിലേക്ക് മാറ്റുന്നു അല്ലേ. അപ്ലൈ ഫോർ എ പാസ്ബുക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്ലൈ ഫോർ എ മോർഗേജ്. ഓക്കെ, എന്താണ് ഇവിടെ നമ്മൾ മോർഗേജിന് അപ്ലൈ ചെയ്യുകയാണ്. എന്താണ് ഹോം ലോണാണ് നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നത്, അത് തന്നെയാണ് ഇവിടുത്തെ ഹോം ലോണാണ് സാധാരണ മോർഗേജ് എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഓക്കെ, അല്ലെങ്കിൽ അപ്ലൈ ഫോർ എ കാർ ലോൺ, പേ എ ബിൽ. ഓക്കെ, ഇതെന്ന് നമുക്ക് ബാങ്ക് വഴി വേണമെങ്കിൽ നമുക്ക് ബില്ല് പേ ചെയ്യാം. അപ്പോൾ സാധാരണ എന്താണെന്ന് ചോദിച്ചാൽ ഇതെന്താ ഇവിടെ എഴുതാനുള്ള കാരണം എന്നല്ല, നമ്മൾ കൊണ്ടുപോയി വിദേശ രാജ്യങ്ങളിലൊക്കെ കൊണ്ടുപോയി അവിടെ ഇവിടെയൊക്കെ കാറൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു ഫൈൻ അടിക്കും. അപ്പോൾ ഫൈൻ അടിക്കുമ്പോൾ പറയും നിങ്ങൾക്കിതോ ബാങ്കിൽ അടച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ അവിടെയാണ് നമ്മൾ പേ ബിൽ. ഓക്കെ, നമുക്കൊരു ബില്ല് കിട്ടി അല്ലേ. ബില്ല് എന്ന് പറഞ്ഞാൽ ഒരു ഇതായിരിക്കാം, ഒരു പിഴയായിരിക്കാം, അത് കിട്ടി അത് അടയ്ക്കാനാണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ട്രാൻസ്ഫർ സം മണി. ഓക്കെ, കുറച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ സം ഫണ്ട്സ്. മണിയേക്കാളും കൂടുതൽ നല്ലതെന്താണ് ട്രാൻസ്ഫർ സം ഫണ്ട്സ് എന്ന് പറയുന്നതാണ്. ഓക്കെ, കുറച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, ചെക്ക് മൈ ബാങ്ക് അക്കൗണ്ട് ബാലൻസ്. ഓക്കെ, എത്ര രൂപ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി, അതാണ് ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യാൻ. ഓക്കെ, ഡിപ്പോസിറ്റ് ചെക്ക്. ഓക്കെ, ഒരു ചെക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ. ബൈ ആൻ ആപ്ലിക്കേഷൻ ഫോം ഫോർ ദി എൻട്രൻസ്
എൻട്രൻസ് എക്സാം. ഓക്കെ, ഇവിടെ ഞാൻ എഴുതാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പണ്ടൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ എന്താണ് അവിടെ എൻട്രൻസ് എക്സാമിൻ്റെ ഒക്കെ ഫോം സാധാരണ ബാങ്കിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോഴേ ഞാൻ എൻട്രൻസ് എക്സാം എഴുതാൻ വേണ്ടി ഫോം വാങ്ങിച്ചത് ബാങ്കിൽ നിന്നാണ്. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. കുഡ് യു പ്ലീസ് ടെൽ മീ മൈ ബാങ്ക് അക്കൗണ്ട് ബാലൻസ്. ഓക്കെ, നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഐ വുഡ് ലൈക്ക് ടു നോ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാം. കുഡ് യു പ്ലീസ് ടെൽ മീ മൈ bank account balance, അല്ലെങ്കിൽ my account balance. Okay, sure. Could you please help me with your account number, please? Okay, could you please help me with your അക്കൗണ്ട് നമ്പർ. ഓക്കെ, അവിടെ എന്നാ പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ പറയാവോ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാം ഷുവർ ഇറ്റ് ഈസ് 1676. ഓക്കെ, ഞാൻ മൊത്തം പറയുന്നില്ല. ഓക്കെ, ഇനി മറ്റേത് ഐ വുഡ് ലൈക്ക് ടു വിഡ്രോ 5,000 rupees ഫ്രം മൈ അക്കൗണ്ട്. ഓക്കെ, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ഒരു 5,000 രൂപ പിൻവലിക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇവിടെ അത് നമുക്കറിയാം എങ്ങനെ ചോദിക്കണമെന്നല്ലേ. പക്ഷേ ഇവിടുത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ അടുത്ത് കഴിഞ്ഞ് ബാങ്കിലെ ടെല്ലർ നമ്മളോട് ചോദിക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കാം. ഹൗ ഡു യു ലൈക്ക് യുവർ മണി. ഓക്കെ, ഹൗ ഡു യു ലൈക്ക് യുവർ മണി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള ചോദ്യം. എന്ന് പറഞ്ഞാൽ നമുക്ക് 100ൻ്റെ നോട്ടായിട്ട് വേണോ, 500ൻ്റെ നോട്ടായിട്ട് വേണോ, അല്ലെങ്കിൽ ഇപ്പോൾ വേണേൽ 2000ൻ്റെ നോട്ട് വേണോ, എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് ചോദിക്കുന്നത്. ഓക്കെ, ഐ വുഡ് ലൈക്ക് ഇറ്റ് ഇൻ 100 and 500 പ്ലീസ്. ഓക്കെ, എന്നാണ് പറഞ്ഞത് എനിക്ക് 500ൻ്റെയും 1000ൻ്റെ അല്ല സോറി 100ൻ്റെ 500ൻ്റെ ആയിട്ടുള്ള നോട്ടായിട്ട് വേണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈസ് ദർ എനി മിനിമം ബാലൻസ് ഷുഡ് ഐ കീപ്പ് ഇൻ മൈ അക്കൗണ്ട്. ഓക്കെ, നമ്മൾ സാധാരണ നമ്മളൊരു സേവിങ്സ് അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ഈസ് ദർ എനി മിനിമം ബാലൻസ് ഷുഡ് ഐ കീപ്പ് ഇൻ മൈ അക്കൗണ്ട്. ഓക്കെ, എന്തെങ്കിലും മിനിമം ബാലൻസ് ഉണ്ടോ? അപ്പോൾ ഇപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടല്ലേ. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കൊക്കെ 1000 രൂപ നമ്മൾ മിനിമം വെക്കണം. ഓക്കെ, യെസ്, 1000 rupees എവറി മന്ത്. ഓക്കെ, അല്ലെങ്കിൽ 1000 എവറി മന്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ റുപ്പീസ് എന്ന് പറയേണ്ട ആവശ്യമില്ല, അതറിയാമല്ലോ അല്ലേ. നമ്മൾ ഡോളറൊന്നും ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, may I have some information about your different fixed deposit schemes, please. ഓക്കെ, എന്താണ് നമ്മൾ ചോദിക്കുകയാണ്, എനിക്ക് കുറച്ച് ഇൻഫർമേഷൻ തരാമോ, എന്താണ് ഡിഫറെൻറ്റ് ഫിക്സഡ് ഡിപ്പോസിറ്റ് സ്കീമിനെ പറ്റി. അതായത് 6 മാസം അല്ലെങ്കിൽ 1 വർഷം ഇങ്ങനെയൊക്കെയാണ് സ്കീം ഉള്ളത്, അല്ലെ വിവിധ പദ്ധതികളെ പറ്റിയുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ തരാമോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാണ്. അപ്പോൾ അവർ നമുക്ക് ഇൻഫർമേഷൻ തരും അല്ലേ. മറ്റൊരു ചോദ്യം എന്താണ്, വാട്ട് ഈസ് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് യു ഗീവ് ഫോർ ഫിക്സഡ് ഡിപ്പോസിറ്റ്. ഓക്കെ, എന്താണ് നിങ്ങൾ ഏറ്റവും നല്ല ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് കൊടുക്കുന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അതല്ലെങ്കിൽ എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നത്, എത്രയാണ് പലിശ നിങ്ങൾ കൊടുക്കുന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം, ഏത് ഫിക്സഡ് ഡിപ്പോസിറ്റിന്. ഓക്കെ, അപ്പോഴെന്താണ് നമുക്കറിയാമല്ലോ 6 മാസത്തെ ഡിപ്പോസിറ്റിന് ഒരു പലിശ, 1 വർഷത്തേനാണ് വേറൊരു പലിശ, അങ്ങനെ വ്യത്യസ്തമാണ് അല്ലേ. അപ്പോൾ സർ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഡിപ്പോസിറ്റ് ഡ്യൂറേഷൻ. ഓക്കെ, എന്താണ് ഡിപ്പോസിറ്റ് ഡ്യൂറേഷനിലെ ഡിപ്പെൻഡ് ചെയ്ത് എത്ര നാൾ ഇടുന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. സ്റ്റാർട്ടിങ് ഫ്രം 7 to 9.5%. ഓക്കെ, എന്താണ് പറഞ്ഞത് 7 തൊട്ട് 9.5% വരെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പക്ഷേ എന്താണ് പറഞ്ഞത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിപ്പോസിറ്റ് ഡ്യൂറേഷൻ. ഓക്കെ, എന്നും കൂടെ പറയുന്നുണ്ട് എത്ര നാളിടുന്നുള്ളത് എന്നെ ബന്ധപ്പെടുത്തിയാണ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ സാധാരണ പുറത്തൊക്കെ ജോലിയാണ് നമ്മൾ വീട്ടിലേക്ക് പണം അയക്കണം അല്ലേ. അപ്പോഴെങ്ങനെയാണ് പറഞ്ഞത് ഐ വുഡ് ലൈക്ക് ടു സെൻഡ്. ഓക്കെ, എത്രയാണെന്നുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള എത്രയാണ് ദിർഹം അല്ലെങ്കിൽ ഡോളർ. ഓക്കെ, $100 ടു ഇന്ത്യ. ഓക്കെ, ഹൗ മച്ച് ഡു യു ചാർജ്. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ. ഹൗ മച്ച് ഡു യു ചാർജ്, എനിക്ക് $100 ഇന്ത്യയിലേക്ക് അയക്കണം, എത്ര രൂപയാണ് നിങ്ങൾ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ സർവീസ് ചാർജ് എത്രയാണെന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. ഓക്കെ, വാട്ട് ഈസ് ദി എക്സ്ചേഞ്ച് റേറ്റ് ടു ഇന്ത്യൻ റുപ്പീസ് പ്ലീസ്. ഓക്കെ, അത് നമുക്ക് അറിയേണ്ട അത്യാവശ്യമുണ്ട് അല്ലേ. അപ്പോൾ എത്രയാണ് നിങ്ങളുടെ എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, അതല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചോദിക്കാം വാട്ട് ഈസ് യുവർ റേറ്റ് പ്ലേസ് എന്നാണ് ചോദിക്കുക, അല്ലെ എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ളതാണ് റേറ്റ്. വാട്ട് ഈസ് യുവർ റേറ്റ് പ്ലേസ്. ഓക്കെ, അവർ പറയാണ് 70 rupees per dollar. ഓക്കെ, എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇപ്പോൾ 70 രൂപയാണ് ഒരു ഡോളറിനെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ആരോടെല്ലാം സംസാരിക്കണം, നമുക്കറിയത്തില്ല ആരോടാണ് സംസാരിക്കേണ്ടതെന്നുള്ള പ്രത്യേക എന്താണ്, നമുക്ക് കാർ ലോണിനെ പറ്റി സംസാരിക്കണം, അതല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോണിനെ പറ്റി സംസാരിക്കണം. അപ്പോൾ നമ്മൾ ബാങ്കിൽ ചെന്ന് ടെല്ലറിനോട് പറയുകയാണ് ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു സമ്മൺ എബൌട്ട്. ഓക്കെ, എനിക്ക് ഇതിനെപ്പറ്റി എന്തിനെപ്പറ്റി, ഇപ്പോൾ മോർഗേജിനെ പറ്റി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ എന്താണ് കാർ ലോൺ. ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു സമ്മൺ എബൌട്ട്
കാർ ലോൺ. ഓക്കെ, കാർ ലോണിനെ പറ്റി സംസാരിക്കാം. അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു സമ്മൺ അബൌട്ട് എഡ്യൂക്കേഷൻ ലോൺ. അപ്പോൾ അവർ പറയും ആരുമില്ലെന്നല്ലേ, കാരണം ഇപ്പോൾ സാധാരണ ലോൺ കിട്ടാറില്ല അല്ലേ. ഓക്കെ, അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു സമ്മൺ അബൌട്ട് ഗോൾഡ് ലോൺ. അപ്പോഴേ ആൾക്കാർ ഓടി വന്ന് നമ്മളോട് പറയും ഇന്ന സ്ഥലത്ത് ഇന്ന ആളാണ് അത് കൈകാര്യം ചെയ്യുന്നുള്ളൂ അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതാൻ, ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.